വഴി തടഞ്ഞുള്ള സമരമരുതെന്ന ഹൈക്കോടതി ഉത്തരവിനെ വെല്ലുവിളിച്ച് സിപിഐഎം. 10,000 പങ്കെടുത്താൽ വഴി തടസ്സപ്പെടും. യാത്രയ്ക്ക് വഴി വേറെയുണ്ട്. കോടതി വിചാരിച്ചാൽ സമരം ആവശ്യമില്ലെന്നും കേന്ദ്രം കേരളത്തിന് സഹായം നൽകണമെന്ന് കോടതി ഉത്തരവിട്ടാൽ മതിയെന്നും എം.വി. ജയരാജൻ പറഞ്ഞു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ച് സംസാരിക്കുകയായിരുന്നു എം.വി. ജയരാജൻ. അർജുൻ കല്യാട് നമുക്കൊപ്പം. അർജുൻ കല്യാട്, ഹൈക്കോടതിയെ വെല്ലുവിളിക്കുകയാണ് എം.വി. ജയരാജൻ. കേന്ദ്രം ഉത്തരവിടേണ്ടത് എന്താണ് എന്നതുവരെ പ്രസംഗിക്കുകയാണോ എം.വി. ജയരാജൻ? സുജയ പാർവതി, അതായത് കണ്ണൂരിൽ ഇന്ന് CPIMന്റെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധം നടക്കുകയാണ്. കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് കാണിച്ചിട്ടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് CPIMന്റെ നേതൃത്വത്തിൽ വലിയ ജനക്കൂട്ടത്തെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ സമരം നടക്കുന്നത്. ആ സമരമാണ് പ്രധാനപ്പെട്ട കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തും അതുപോലെ തന്നെ നേരെ ഈ പറയുന്ന പ്രസ് ക്ലബ്ബ് ജംഗ്ഷനിലേക്കും തമ്മിൽ കണക്ട് ചെയ്യുന്ന റോഡ് പൂർണ്ണമായും തന്നെ തടസ്സപ്പെടുത്തിയിട്ടുള്ള ഈ ഉപരോധ സമരം നടക്കുന്നത്. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വലിയ പന്തൽ ഉൾപ്പെടെ കെട്ടിക്കൊണ്ടാണ് ഇത്തരമൊരു സമരം CPIMന്റെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്യുന്നത്. ആ സമരത്തിൻ്റെ ഭാഗമായി സംസാരിക്കുന്നതിനിടയിലാണ് എം.വി. ജയരാജൻ കോടതിയിൽ ഈ കേന്ദ്ര അവഗണനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവിടണം, എന്ത് സമരം അല്ലെങ്കിൽ എങ്ങനെ നടത്തണം എന്നുള്ള കാര്യം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടതില്ല. അത് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് നൽകേണ്ടുന്ന ചില അവകാശങ്ങൾ അത് നിഷേധിക്കുന്നതിന് എതിരെ കൂടി കോടതി ഇതിൻ്റെ ഭാഗമായി ഉത്തരവിടണം തുടങ്ങിയിട്ടുള്ള കോടതിക്കെതിരായിട്ടുള്ള പരാമർശം ഉൾപ്പെടെ അല്ലെങ്കിൽ പരോക്ഷമായിട്ടുള്ള വിമർശനം ഉൾപ്പെടെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം നടത്തുകയും ചെയ്തത്. എന്തായാലും CPIMന്റെ നേതൃത്വത്തിൽ നേരത്തെ നമ്മൾ ഒരുപാട് ഇത്തരത്തിലുള്ള റോഡ് തടഞ്ഞിട്ടുള്ള സമരങ്ങൾ കണ്ടതാണ്. കണ്ണൂരിൽ തന്നെ ഇതേ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതായത് വഴി തടഞ്ഞു തന്നെ സമരം ചെയ്യുന്നു CPIM. ആ സമരത്തെ ന്യായീകരിക്കുന്നു എം.വി. ജയരാജൻ. കോടതി വിചാരിച്ചാൽ സമരം ആവശ്യമില്ല, കേന്ദ്രം കേരളത്തിന് സഹായം നൽകണമെന്ന് കോടതി ഉത്തരവിട്ടാൽ മതി എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് എം.വി. ജയരാജൻ.